ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ഞാൻ റെഡി ആയിട്ട് കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്നാണ് ബസ് കയറി കൊട്ടിയത്തേക്ക് പോകണേ. അപ്പോൾ അവിടം വരെ ഞാനിന്ന് ഓട്ടോയിലാണ് പോയത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് PTA മീറ്റിംഗ് ആയതുകൊണ്ട് ഇച്ചിരി താമസിച്ചിറങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാനൊരു 9:30 ആയി കോളേജിൽ എത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ ഓട്ടോ പിടിച്ചു. പിന്നെ കൊട്ടിയം ജംഗ്ഷനിൽ എത്തിയിട്ട് കുറച്ച് നേരം സ്നേഹം വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് കോളേജിലേക്ക് പോകുന്നത്. അവിടെയും പിന്നെ കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് പിന്നെ ഓട്ടോയ്ക്കാണ് കോളേജിലേക്ക് എത്തുന്നത്. രാവിലെ അങ്ങ് എത്തി 9:30 ആയപ്പോഴേ കോളേജിലേക്ക് എത്തി. PTA ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാരൻസും സ്റ്റുഡൻസും ഒക്കെ ഒരുമിച്ചാണ് വന്നത്. ഇന്ന് സാറ്റർഡേയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കോളേജ് വർക്കിംഗ് അല്ലായിരുന്നു, PTAക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ സൈനൊക്കെ ചെയ്ത് പഞ്ചൊക്കെ ചെയ്തിട്ട് അങ്ങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങ് നടന്ന് പോയ ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിലായിരുന്നു ഫുള്ള് പ്രോഗ്രാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് എല്ലാവരും അങ്ങ് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ പാരൻസും സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാം ഉണ്ടായിരുന്നേ. അങ്ങനെ ഒഫീഷ്യലി മീറ്റിങ്ങും ജനറൽ ബോഡി മീറ്റിങ്ങും എല്ലാം ഒക്കെ കഴിഞ്ഞ് നമുക്ക് റിഫ്രഷ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. റിഫ്രഷ്മെൻറ്റിന് നമ്മൾ മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റും ജ്യൂസും ആയിരുന്നു. മാംഗോ ജ്യൂസും ഉണ്ടായിരുന്നു, ആപ്പിൾ ജ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം മാൽക്കിസ്റ്റിൻ്റെ ഒരു ബിസ്ക്കറ്റും ഒരു ആപ്പിൾ ജ്യൂസും കിട്ടി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് ഇറങ്ങിയത്, തിരക്കായതുകൊണ്ട് കുറച്ച് കഴിച്ചിട്ട് ഇറങ്ങി. 12 മണിയൊക്കെ ആയപ്പോൾ നല്ല വിശപ്പായി. അങ്ങനെ മാൽക്കിസ്റ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ആപ്പിളിൻ്റെ ഒരു ജ്യൂസിൻ്റെ കുറച്ച് കുടിച്ചു. പിന്നെ ഞങ്ങളത് ഷെയർ ചെയ്തു. പിന്നെ ഒരു മാംഗോ ജ്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് മാംഗോ ജ്യൂസും ആപ്പിൾ ജ്യൂസും ബിസ്ക്കറ്റും എല്ലാം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി. പിന്നെ നമുക്ക് ലഞ്ചിൻ്റെ ടൈം ഇന്ന് കോളേജിൽ തന്നെ പ്രൊവൈഡ് ചെയ്തു. ഞങ്ങളുടെ പ്രിൻസിപ്പലിൻ്റെ ബർത്ത്ഡേ നെക്സ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് സാറ് ബിരിയാണി മേടിച്ചു തന്നു കേട്ടോ. അപ്പോൾ എല്ലാ സ്റ്റാഫിനും ബിരിയാണി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴയിലയിൽ പൊതിഞ്ഞ ചിക്കൻ ഫ്രൈയും വലിയ 2 ചിക്കൻ പീസൊക്കെ ഉള്ള നല്ല ക്വാണ്ടിറ്റിയുള്ള ബിരിയാണി ആയിരുന്നു. 1 മണി കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. കാരണം 12:15 ഞങ്ങളെന്നും കോളേജിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. അതൊരു ലൈഫിൻ്റെ റുട്ടീൻ്റെ ഭാഗമായി മാറി. ഞങ്ങളിത് കഴിക്കുമ്പോൾ 1:30 കേട്ടോ. അപ്പോൾ നല്ല വിശപ്പായിരുന്നു. വിശപ്പുകൊണ്ട് എന്നിട്ട് കൂടി അത് ഫുള്ള് ഫിനിഷ് ആക്കാൻ പറ്റിയില്ല. തുറന്നപ്പോഴേ നല്ലൊരു മണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ആദ്യമൊക്കെ വിശപ്പ് കൊണ്ട് അങ്ങ് എൻജോയ് ചെയ്ത് കഴിച്ചിട്ടും തിന്ന് തീരുന്നില്ല കേട്ടോ. കാരണം 2 ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ 2 പീസ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ചോറുണ്ടായിരുന്നു. അപ്പോൾ തിന്ന് തീർന്നില്ല. ബാക്കി കുറേ പേര് ഫിനിഷാക്കാൻ പറ്റിയില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് റെസ്റ്റ് ചെയ്ത് കുറച്ച് സമയം ഇരുന്ന ശേഷം ഞങ്ങൾ വൈകിട്ട് 3:30 ആയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടങ്ങ് ഇറങ്ങി. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കൊട്ടിയം ജംഗ്ഷനിൽ എൻ്റെ ഫ്രണ്ടിന് ഒരു കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും മിക്കപ്പോഴും ഞങ്ങൾ കൊട്ടിയം ജംഗ്ഷനിൽ നിന്നായിരിക്കും ഒരുവിധമുള്ള പർച്ചേസൊക്കെ നടത്തുന്നത്. അപ്പം ഗിഫ്റ്റ് ഐറ്റംസും അതുപോലെ തന്നെ നമ്മൾ ഈ പാത്രങ്ങൾ, നോൺ സ്റ്റിക്ക്, അതുപോലെ തന്നെ ഒരുപാട് ഈ ചെമ്പ് വിളക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടുന്നൊരു കടയുണ്ട്. വർഷങ്ങളായിട്ട് പരിചയമാണ് ഈ കടയിൽ. അപ്പം എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് മേടിക്കുന്ന നേരം കൊണ്ട് ഞാനൊരു കുഞ്ഞ് കിണ്ടി മേടിച്ചു കേട്ടോ. അമ്മയ്ക്കൊരു കിണ്ടി വേണമെന്ന് പറഞ്ഞായിരുന്നു, ചെറുതൊരെണ്ണം. അപ്പോൾ അത് ഓർമ്മ ഒന്ന് മേടിച്ചു. പിന്നെ ഒരു അപ്പച്ചട്ടി മേടിച്ചു. നോൺ സ്റ്റിക്കിലാണ് നമ്മൾ ചുടുന്നത്. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് ഇളകി. അതുകൊണ്ട് ഞാൻ കാസ്റ്റേൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല സാധനമാണെന്നാണ് പറഞ്ഞത്. ഞാനിവിടെ ദോശക്കല്ലും ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ നല്ല അറിയാം, ഇവിടെ സാധനങ്ങളൊക്കെ നല്ലതായിരിക്കും എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു അപ്പച്ചട്ടിയും മേടിച്ചു. അതിന് വേണ്ടുന്ന ഒരു അടപ്പും അളവിന് നോക്കി ഒരു അടപ്പ് കൊടുത്തത് കണ്ടില്ല. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വർഷങ്ങളായിട്ട് കൊട്ടിയത്ത് പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പ്. അതുകൊണ്ട് നമുക്ക് അറിയാം ഇവിടുത്തെ സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ആണെന്നുള്ളത്. അതുപോലെ നമുക്ക് വില കുറച്ച് തരും കേട്ടോ. നമുക്ക് 50, 40, 50 രൂപയൊക്കെ ഓരോ സാധനങ്ങൾക്കും കുറച്ചൊക്കെ ഒരു ബില്ലിടുന്നത് തന്നെ. പരിചയമുള്ളതുകൊണ്ടാണ് അതെന്നറിയില്ല. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് ബസ്സിന് കയറി കല്ലുവാക്കിലെത്തി. അവിടുന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വീണ്ടും കല്ലുവാക്ക് ജംഗ്ഷനിലേക്ക് ഇച്ചിരി നടന്ന് വന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ബസ്സിൻ്റെ സമയമാണെങ്കിൽ ബസ്സിന് പോകാൻ. ചില സമയങ്ങളിൽ ബസ് കാണത്തില്ല, ചിലപ്പോൾ അരമണിക്കൂർ ഇടവിട്ടൊക്കെ കാണും. അങ്ങനെ ഓട്ടോ പിടിച്ചു. പിന്നെ ജാനുമോളെ പോകുന്ന വഴിക്ക് എനിക്ക് അവളെ പിക്ക് ചെയ്യണമായിരുന്നു. കാരണം അവൾക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്, സാറ്റർഡേ സൺഡേ ഉള്ളത്. അങ്ങനെ ഡാൻസ് സ്കൂളിൻ്റെ അടുത്തുകൊണ്ട് ഓട്ടോ നിർത്തിയിട്ട് അവളെ ഇറങ്ങി വരാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവളത് ഓടിച്ചാടി ഇറങ്ങി വരുന്നുണ്ട്. കഴുത്തിലെന്തോ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തോ ജാനു എന്ന്. അപ്പോൾ എന്താ സംഭവം, ഇട്ടുകൊണ്ട് പോയ മാല പൊട്ടിപ്പോയി, മുത്തുമാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയി. അതങ്ങനെ പൊട്ടി കൈ വെച്ചേക്കുന്നു. എങ്ങനെ പൊട്ടിയെന്ന് അറിയത്തില്ല, ഡാൻസിൻ്റെ ഇടയിൽ കണ്ട് പൊട്ടിയതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസ് എല്ലാം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.